പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫിന്റെ പേരിൽ തനിക്കും വ്യാജ കോൾ വന്നെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തനിക്ക് താൽപര്യമുള്ളയാളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നായിരുന്നു വാഗ്ദാനം. ജൂലൈ 10-ാം തീയതിയാണ് കോൾ വന്നത്. ഇക്കാര്യം അപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിനെ അറിയിച്ചു. വ്യാജ കോളാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയെന്നും ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ പറഞ്ഞു. ജൂലൈ 10-ാം തീയതിയാണ് കോൾ വന്നത്. അപ്പോൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് തട്ടിപ്പാണെന്നറിയാം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു ഗൗരവത്തിലെടുത്തിട്ട് ബഹുമാനിയായ പ്രിയങ്ക ഗാന്ധി മാഡത്തിൻ്റെ സെക്രട്ടറി രാജ്കുമാറിൻ്റെ റെഫറൻസ് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ആ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച്, കാരണം രാജ്കുമാറുമായിട്ട് എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇങ്ങനെ താങ്കളുടെ പേര് പറഞ്ഞ് ഇന്നയാൾ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അതായത് വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് വന്നു. അപ്പോൾ ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അതിൽ 5 കോൺഗ്രസ് MLA-മാരാണ് വിജയിച്ച് വന്നിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ്സിനൊരു പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നിന്നൊരു പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. ആ കാര്യത്തിൽ പാർട്ടി നിഷേധാത്മകമായൊരു സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോൾ ഒരു ആളെ, ഞാൻ പറയുന്ന ആളെ, ഞാനിപ്പോൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ MP എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ സജീവമായി നിന്നയാളെന്നുള്ള നിലയ്ക്ക് വിജയിച്ച് വന്ന MLA-മാരിൽ എനിക്കിഷ്ടമുള്ള ഒരാളെ മന്ത്രിയാക്കി തരാമെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന ഓഫർ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഇത് തട്ടിപ്പാണെന്നുള്ളത്. പിന്നെ അപ്പോൾ ഈ പറഞ്ഞതുപോലെ അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിപ്പോൾ ഒരാഴ്ചയല്ലേ ആയുള്ളൂ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട്, പിന്നെ എങ്ങനെയാണ് പുതിയ മന്ത്രി ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ മാഡം വിചാരിച്ചാൽ ഇപ്പോൾ നടക്കുന്ന കാര്യമുള്ളൂ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഇത് ഏത് വിധത്തിലുള്ള കോളാണെന്നുള്ളതൊക്കെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഞാനപ്പോൾ തന്നെ പൈസയൊന്നും എന്നോട് പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും പോയില്ല. ഈ പറഞ്ഞതുപോലെ അപ്പോൾ തന്നെ ഞാൻ കോൾ മതിയാക്കി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. രാജ്കുമാറിനെ എനിക്ക് നല്ല പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇന്ന നമ്പറിൽ നിന്നും ഇങ്ങനെ ഒരാൾ ഇന്ന പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, ഇന്നതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വിദ്യാ ബാലകൃഷ്ണൻ MLA-ക്ക് ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട്, ഷാഫി പറമ്പലിന് ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ കേസ് മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നുണ്ട് എന്ന് രാജ്കുമാർ എന്നെ ബോധ്യപ്പെടുത്തി. അപ്പോൾ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ അവിടെ കൊണ്ട് നടന്നു എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. പിന്നെ അതുകൊണ്ട് ഞാൻ ആരോടും പുറത്ത് പറഞ്ഞില്ല. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ പരാതി മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ്. MP എന്ന നിലയിൽ വേറെ പരാതികളും കൊടുക്കണം? ഇല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം രാജ്കുമാറിൻ്റെ പേര് പറഞ്ഞ് വിളിച്ച കോൾ, അദ്ദേഹം തന്നെ പരാതിക്കാരനാണ്. അദ്ദേഹം ആ കേസിന് പിന്നിലുണ്ട്, അല്ലെങ്കിൽ ആ പരാതിയുടെ പിന്നിലുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനെ സംബന്ധിച്ച് ആര് വേണമെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ തയ്യാറാണ്. എൻ്റെ കയ്യിൽ ഡേറ്റാസ് ഉണ്ട്, എൻ്റെ ഫോണിലുണ്ട്. നോക്കിക്കഴിയുമ്പോൾ ജൂലൈ മാസം 10-ാം തീയതിയാണ് കോൾ വന്നിട്ടുള്ളത്. അത് ഞാൻ കൊടുക്കും.